ഡോക്ടർ മോഹൻ വർഗീസ്, ലോകത്തിന്റെ എണ്ണ നീക്കത്തിന് 20% അധികവും കടന്നുപോകുന്ന ഹോർമൂസ് അടഞ്ഞുകിടക്കുന്നത് ആഗോള എണ്ണ വിപണിയിലും ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതായിരിക്കില്ലല്ലോ. ഇന്ധന വിലക്കയറ്റവും അതിരൂക്ഷമാകുന്ന ഒരു ലോകക്രമത്തിലേക്ക് മാറുമോ എന്ന ആശങ്ക പോലും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആഗോളതലത്തിൽ ഇന്ധന വിലക്കയറ്റം രൂക്ഷമാകാനും തുടങ്ങിയിട്ടുണ്ട്. ഹോർമൂസ് സ്ഥിരമായി അടഞ്ഞുകിടന്നാൽ രാജ്യങ്ങൾ അതുവഴിയുള്ള എണ്ണ വേണ്ടെന്ന് വെക്കാനുള്ള സാധ്യതയുണ്ടോ? ഉപരോധം നേരിടുന്ന ഇറാന് ഹോർമൂസ് വെച്ച് ഏറെ നാൾ വിലപേശാൻ കഴിയുമോ? ഹോർമൂസ് വെച്ച് ഇറാന് വിലപേശാൻ ഇപ്പോൾ കഴിയും. ഇപ്പോൾ ഹൈഡ്രോ കാർബണാണ് ലോകത്തിൻ്റെ പ്രധാന ഇന്ധനം. അമേരിക്കയ്ക്ക് വിലപേശാനാവും. കാരണം തങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഉപരോധം ലിഫ്റ്റ് ചെയ്യാനാവൂ എന്ന് അമേരിക്കയ്ക്കും ക്ലെയിം ചെയ്യാനാവും. യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ തോതിൽ ഗൾഫ് പ്രദേശത്തു നിന്നും വരുന്ന എണ്ണയെ ആശ്രയിക്കുന്നു. റഷ്യയിൽ നിന്ന് ഇപ്പോൾ തന്നെ മറ്റു പല കാരണങ്ങളാൽ, യുക്രൈൻ യുദ്ധം, ഉപരോധം കാരണങ്ങളാൽ റഷ്യൻ എണ്ണ പ്രകൃതിവാതകത്തിൻ്റെ വരവ് കുറയുകയാണ്. നോക്കൂ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ശൈത്യകാലമാണ്. അവിടെ വലിയ തോതിൽ ഊർജ്ജോപയോഗം യൂറോപ്പിൽ വേണ്ടിവരും. തണുപ്പുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഈ റഷ്യൻ എണ്ണ കിട്ടുന്നില്ല, റഷ്യൻ ഗ്യാസ് വരുന്നില്ല, ഗൾഫിൽ നിന്നുള്ള എണ്ണ കൂടി കുറഞ്ഞു വന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊന്നും തന്നെ കാര്യമായ എണ്ണ സ്റ്റെബിലിറ്റി ഇല്ല. നോർത്ത് സീയിൽ കുറേ എണ്ണയുണ്ട്, ബ്രിട്ടനും അതുപോലെ സ്വീഡനും ഒക്കെ കുറച്ച് എണ്ണയുണ്ട് എന്നല്ലാതെ ഫ്രാൻസിനും ജർമ്മനിക്കും ഇറ്റലിക്കും ഒക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ഗൾഫ് മേഖല, പേർഷ്യൻ ഗൾഫിൽ നിന്നും ഹോർമൂസ് കടന്ന് വരുന്ന എണ്ണ ആവശ്യമാണ്. ഇന്ത്യയുടെ ചൈനയുടെ കാര്യം നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്നതുമാണ്. അവരുടെയൊക്കെ ഊർജ്ജ ആവശ്യത്തിൻ്റെ 80-85% വെളിയിൽ നിന്ന് വരുന്ന ഹൈഡ്രോ കാർബൺ ആണ്. അതിൽ നിന്ന് തന്നെ നല്ലൊരു ശതമാനം, പകുതിയോളം വരുന്നത് ഹോർമൂസ് കടന്നാണ്. അതുകൊണ്ട് വലിയ ഷോക്ക് തന്നെയാണ്. അപ്പോൾ അതൊരു വശം. ഇനി എണ്ണ ഒരു വലിയ ഫാക്ടറായി തുടർന്നും നിൽക്കുകയാണെങ്കിൽ ജപ്പാനും ചൈനയും ഇന്ത്യയും ഒന്നും മടിച്ചു നിൽക്കില്ല. അവർക്ക് ഓൾട്ടർനേറ്റ് എനർജി വേണ്ടി വരും. ഞാൻ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്, ഇതേ പ്ലാറ്റ്ഫോമിൽ ദേ വിൽ ബി ഇൻ സെർച്ച് ഫോർ ഓൾട്ടർനേറ്റ് ഫ്യൂവൽ. സൂര്യഭഗവാൻ നമ്മളെ നോക്കി നിന്ന് ചിരിക്കുകയാണ്. സോളാർ ഹാർനസ് ചെയ്യാൻ ലാഭകരമായി സാധിച്ചാൽ ഒരു സോഴ്സാണ് നമ്മുടെ എനർജി. ഇപ്പം നമ്മുടെ സിവിലൈസേഷനെ മാത്രമല്ലോ, ഈ ഭൂമിയുടെ ഒരു ലെവല് തന്നെ നമ്മൾ നോക്കുമ്പോൾ ആകെ ഭൂമിയിൽ അവൈലബിൾ ആകുന്ന ഊർജത്തിൻ്റെ, അത് സോളാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം, അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് കൊമേഴ്ഷ്യലി വയബിളായി ഹാർനസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ. അത് കൂടുതലും അതിനുവേണ്ടിയുള്ള ശ്രദ്ധ ചെലുത്തും. അതുപോലെ മറ്റ് ഇന്ധന സ്രോതസ്സുകൾ, ആണവ ഇന്ധനം ഉൾപ്പെടെ രാജ്യങ്ങൾ അത് ശ്രമിക്കും. അതിനുള്ള ഗവേഷണങ്ങൾ വൻതോതിൽ നടക്കും. അതുകൊണ്ട് ഒരു കാര്യം, ഉർവശി ശാപം ഉപകാരം എന്നുകൂടി ഇപ്പോൾ ചിന്തിക്കേണ്ടി വരും. ഭാവിയിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇയർ 2026 വാസ് ദ ടേണിംഗ് പോയിന്റ്. അന്ന് മുതലാണ് ഗൗരവമായ മറ്റ് ഊർജ ഉപാധികളിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞത് അപ്പോഴാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ പല രാജ്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നു. അതുകൊണ്ട് അമേരിക്ക ചിന്തിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അത് വളരെ സ്വാർത്ഥമായ ചിന്തയാണ്. ഹോർമൂസിലൂടെയുള്ള എണ്ണ വ്യാപാരം കംപ്ലീറ്റ്ലി അങ്ങ് കുറേ കാലത്തേക്ക് ചോക്ഡ് ആവുകയാണെങ്കിൽ അമേരിക്കയിലെ ഓയിൽ പ്രൊഡക്ഷൻ വല്ലാതെ കൂട്ടാൻ കഴിയും. അമേരിക്കയുടെ കയ്യിലാണ് അലാസ്കയിൽ എണ്ണയുണ്ട്. കാര്യം ഉൽപ്പാദനമില്ല, ഉത്പാദനം കൂട്ടാം. അമേരിക്കയുടെ ഷെയിൽ പ്രൊഡക്ഷൻ കൂട്ടാം. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ തന്നെ ഉത്പാദനം കൂടുതൽ അമേരിക്കയിലാണ്. ലോകത്തെ എണ്ണ ജയന്റായി സൗദി അറേബ്യയേക്കാൾ കൂടുതൽ, റഷ്യയേക്കാൾ കൂടുതൽ എണ്ണ വിൽക്കുന്ന രാജ്യമായി എമർജ് ചെയ്യാൻ അമേരിക്കയ്ക്ക് ലഭിക്കുന്ന ഒന്നാന്തരം അവസരമായി കൂടി ഇതിനോടിടയിൽ, ഈ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ, ഇതിനിടയിൽ അങ്ങനൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇതെല്ലാം തന്നെ യുദ്ധം ഒന്നും കാണാതെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്ന, പുറത്ത് പറയുന്ന കാരണങ്ങളൊന്നുമല്ല യഥാർത്ഥ കാരണങ്ങൾ. ഹോർമൂസ് ട്രംപിൻ്റെ വായിൽ നിന്ന് ഈ കാര്യം വീണ് കഴിഞ്ഞു. ഹോർമൂസ് അടഞ്ഞു കിടന്നാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, തങ്ങൾക്കൊരു തുള്ളി എണ്ണ അവിടുന്ന് വേണ്ട. അതിനർത്ഥം എന്താ? ലോകരാജ്യങ്ങളൊക്കെ സഫർ ചെയ്യട്ടെ, തങ്ങൾക്ക് ആവശ്യത്തിന് എണ്ണ ഇവിടെ ഉണ്ട്. പിന്നെ വേണ്ടി വന്നാൽ ഇന്ത്യയും ചൈനയും അമേരിക്കയിൽ നിന്ന് വന്ന് എണ്ണ വാങ്ങിച്ചോളട്ടെ. നോക്കൂ, ലോകത്തിൻ്റെ ഒരു പകുതിയിൽ കിടക്കുന്ന രാജ്യമാണ് അമേരിക്ക, മറ്റേ പകുതിയിൽ കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യയും ചൈനയും ഒക്കെ. അമേരിക്കയിൽ വന്ന് ചൈനയോ ഇന്ത്യയോ എണ്ണ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുണ്ടാകുന്ന കടത്തുകൂലിയുടെ ഒരു തോത് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? പക്ഷേ അമേരിക്ക അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യുന്നു. ഇതെല്ലാം തന്നെ നാളുകളിൽ ഇതിൻ്റെ ഒന്നും ടേക്കിംഗ് സ്റ്റോക്ക് ഓഫ് സിറ്റുവേഷൻ, ഇന്ന് എന്താ നടന്നതെന്ന് നാളുകളിൽ ചരിത്രകാരന്മാർ പറയുമ്പോൾ മനസ്സിലാകും. ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ ദുഷ്ട ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഹോർമൂസ് എന്ന് പറയുന്നത് വലിയൊരു ചോക്ക് പോയിന്റായി നിലനിർത്തുന്നത് അമേരിക്കയുടെ കൂടെ ആവശ്യമായി ഇപ്പോൾ വന്നിരിക്കുന്നു. അതേസമയം എത്രത്തോളം അമേരിക്കയ്ക്ക് ഈ സമ്മർദ്ദം, യൂറോപ്യൻ രാജ്യങ്ങളുടെ, ഗൾഫ് രാജ്യങ്ങളുടെ, ലോകമനസാക്ഷിയുടെ സമ്മർദ്ദം
താങ്ങി നിൽക്കാൻ പറ്റും. അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെ ഒരു നീതിബോധമുണ്ട്. അതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് വൃത്തികേട് കാട്ടുന്നു, സമ്മതിക്കുന്നു. പക്ഷെ അമേരിക്കയ്ക്ക് ഉള്ളിൽ ഒരു നീതിബോധമുണ്ട്. റഷ്യൻ പ്രസിഡന്റിന് അങ്ങനെ ഉണ്ടാകണമെന്നില്ല. റഷ്യൻ പ്രസിഡന്റിനെ തിരുത്താൻ വ്ളാഡിമിർ പുടിനെ തിരുത്താൻ ആരുമില്ല. ഷീ ജിൻപിങ്ങിനെ തിരുത്താൻ ആരുമില്ല. കിം ജോങ് ഉൻ എന്ന കൊറിയൻ നേതാവിനെ തിരുത്താൻ ആരുമില്ല. ട്രംപിനെ തിരുത്താൻ സംവിധാനമുണ്ടാവും. പക്ഷേ ഈ സംവിധാനം അമേരിക്കയ്ക്കുള്ളിൽ ഉണർന്ന് പ്രവർത്തിച്ചു കഴിയുമ്പോഴത്തേക്ക് മച്ച് ദ ഡാമേജ് വുഡ് ഹാവ് ബീൻ ഓൾറെഡി ഡൺ. അതൊഴിവാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് അമേരിക്കയുടെ ഒരു തിരുത്തൽ ശക്തി ഉണർന്ന് പ്രവർത്തിക്കണം. അല്ല എങ്കിൽ ഹോർമൂസ് ഒരു ടേണിംഗ് പോയിന്റായി വരും. മറ്റൂർജ്ജ ഉപാധികൾ തിരക്കുന്നതിൻ്റെ, മറ്റൊരു ലോകക്രമം ഉയർത്തിരിയുന്നതിൻ്റെ വേറെ ലോകക്രമം തന്നെ ഉണ്ടാകാം. ഈ ഡോളറിനെതിരെയൊക്കെ അതിശക്തമായ പോരാട്ടം സംഭവിക്കാം. എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ ബ്രിക്സിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു കറൻസി റെജിമിലേക്കൊക്കെ നീണ്ടു നിന്നാൽ മറ്റൊരു തലത്തിലേക്ക്, ഭൗതികമായ യുദ്ധമല്ല, മാർക്കറ്റിന് വേണ്ടിയുള്ള, കറൻസി ഡോമിനേഷന് വേണ്ടിയുള്ള ഒരു യുദ്ധം ഭാവിയിൽ പൊട്ടിപ്പുറപ്പെടാൻ ഇതൊരു കാരണമായി മാറാം. കാരണം അമേരിക്ക ആ രീതിയിലുള്ള സസ്പീഷ്യൻ ഫാക്ടർ ലോകത്തെ മിക്ക രാജ്യങ്ങൾക്കും, ഒന്ന് വ്യാപാര യുദ്ധം കൊണ്ടാണ്, ടാരിഫ് യുദ്ധം കൊണ്ടാണ്, ഇപ്പോൾ ഇതാ ഇങ്ങനെയുള്ള യുദ്ധം. ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ഒരു രാജ്യമായി, അതിൻ്റെ ഒരു സംവിധാനമായി ലോകരാജ്യങ്ങൾ അമേരിക്കയെ എണ്ണുമ്പോൾ അന്താരാഷ്ട്ര ഒരു പെക്കിംഗ് ഓർഡറിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോഴും സംശയത്തിൻ്റെ മുനയിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ ഡിസിഷൻ മേക്കിംഗ് അപ്പറേറ്റൽ. അത് തിരുത്താനുള്ള സമയമായി എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഓക്കെ, എന്തായാലും ഇതിനിടയിൽ തന്നെ ഇറാന്റെ എണ്ണ സമ്പത്തിനെ തീർക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളെ രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ച് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് രംഗത്തെത്തിയിട്ടുണ്ട്. US നടപ്പിലാക്കുന്ന സാമ്പത്തിക തന്ത്രങ്ങൾ തികച്ചും പരാജയമാണ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $140 ഉയരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്നുമുണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 പിന്നിട്ടിട്ടുമുണ്ട്. ഇറാനുമായുള്ള ആണവ കരാറിൽ അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ധാരണയിൽ എത്തുന്നതുവരെ ഉപരോധം തുടരുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനമാണ് വിപണിയെ പിടിച്ചുലയ്ക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ തടയുന്നതിനുള്ള പ്രധാന ആയുധമായാണ് ഉപരോധത്തെ അമേരിക്ക കാണുന്നത് എന്ന് ആക്സിയോസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തെക്കാൾ ഫലപ്രദമാണ് ഉപരോധം. ഉപരോധത്തിൽ ഇറാൻ ശ്വാസം മുട്ടുകയാണ്. ചർച്ചകൾക്ക് തയ്യാറായില്ല എങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകും. ഇറാനെ ഒരു കാരണവശാലും ആണവായുധം കൈവശം വെക്കാൻ അനുവദിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ചർച്ചകൾക്ക് മുൻപായി ഉപരോധം നീക്കണമെന്ന ഇറാന്റെ ആവശ്യം ട്രംപ് തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. ആദ്യം അമേരിക്കയുടെ ആശങ്കകൾക്ക് പരിഹാരം കാണണമെന്നും അതിനുശേഷം മാത്രമേ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കൂവെന്നും ട്രംപ് നിലപാടെടുത്തിട്ടുണ്ട്. ഉപരോധം ഫലം കണ്ടില്ലെങ്കിൽ സൈനിക നടപടിയെക്കുറിച്ചും ചിന്തിച്ചേക്കാം എന്ന സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണ പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോള ഊർജ്ജ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എണ്ണ വാതക പ്രതിസന്ധി ഇനിയും തുടർന്നാൽ ലോകത്തിന് ഏകദേശം $1,00,000 കോടി അഥവാ $1 ട്രില്യൺ വരെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജെഫ്രി സാക്സ് ഈ സാഹചര്യത്തിൽ കടുത്ത ആശങ്കയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥ ഭയാനകമായ ഒരു പ്രതിസന്ധിയെ നേരിടാൻ പോകുകയാണ് എന്നാണ് ഫിക്കി ലെജൻഡ് സീരീസിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ നീങ്ങുമെന്ന് വിപണി പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും ഹോർമൂസിലെ പ്രതിസന്ധി നീണ്ടുനിന്നാൽ എണ്ണവില ഇനിയും വർദ്ധിക്കുമെന്നും അത് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയെ തകർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നത് രാജ്യത്തെ പണപ്പെരുപ്പത്തിനും പെട്രോൾ ഡീസൽ വില വർധനവിനും കാരണമാകും. ലോകത്ത് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ 3ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. ഉപഭോഗത്തിനുള്ള 85 മുതൽ 90% ക്രൂഡ് ഓയിലും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. ക്രൂഡ് വില ബാരലിന് $60 മുതൽ $65 നിൽക്കുന്നതാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അഭികാമ്യം. നിലവിൽ വില ഇതിനേക്കാൾ ഇരട്ടിയോളമായി എന്നിരിക്കെ ഇന്ത്യക്ക് ഇത് വൻ വെല്ലുവിളിയുമാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് ഏറുന്നത് എണ്ണ വിതരണ കമ്പനികളെ പെട്രോൾ, ഡീസൽ, LPG തുടങ്ങിയവയുടെ വില ഉയർത്താൻ നിർബന്ധിതരാക്കും. പെട്രോളിന്റെയും ഡീസലിന്റെയും റീറ്റെയിൽ വിൽപ്പനയിൽ കമ്പനികൾ വൻ നഷ്ടം നേരിടുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട്. ഓരോ മാസവും 1-ാം തീയതിയാണ് LPG വില പരിഷ്കരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ LPG സിലിണ്ടറിന് വില കുതിച്ചു കയറാം. ഇന്ധനവില കൂടുന്നത് രാജ്യത്തെ
അവശ്യ വസ്തുക്കളുടെ വില വർധനയ്ക്കും പണപ്പെരുപ്പത്തിനും വഴിവെക്കുകയും ചെയ്യും. പണപ്പെരുപ്പ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് പലിശ ഭാരം കൂട്ടിയേക്കാനും ഇടയുണ്ട്. ഇതെല്ലാം സാധാരണക്കാരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കും. ഉൽപാദന മൂലധന ചെലവ് ഏറുന്നത് കമ്പനികൾക്ക് തിരിച്ചടിയും ഉണ്ടാകും. ഇതെല്ലാം ഇന്ത്യയുടെ GDP വളർച്ചയുടെ വേഗം കുറയാനും ഇടവരുത്തും. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ അയവില്ലാതെ തുടരുന്നത് വരും ദിവസങ്ങളിൽ ആഗോള ഓഹരി വിപണികളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ വിതരണം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ഇടപെടലുകൾ ലക്ഷ്യം കാണുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.